ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ല് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ്. മറ്റുള്ള ദിവസം നിങ്ങൾ ചന്ദ്രനെ കണ്ടാലും കണ്ടില്ലെങ്കിൽ വിഷമില്ല. പക്ഷേ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമല്ലോ, ഇതെല്ലാം ഒരു അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഹൈന്ദവരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഏത് കാര്യത്തിൻ്റെ പിന്നിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറയുണ്ടാവും. ഇല്ലാതെ ഒരിക്കലും ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒന്നും കാണില്ല. ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥങ്ങളിൽ ശിവപുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഗണേശപുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഏത്? വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് ദോഷമാണ്. ഇതിനെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഗണേശ ഭഗവാന്റെ പിറന്നാൾ ദിനം, അതാണല്ലോ ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ആ പിറന്നാളിൻ്റെ ആ അവസരത്തിൽ എല്ലാ ദേവന്മാരെയും ഈ പിറന്നാൾ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. പിറന്നാളിൻ്റെ ആവശ്യത്തിന് നമ്മളൊക്കെ നമ്മുടെ വീടുകളിലൊരു കുട്ടിയുടെ പിറന്നാളുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കുമല്ലോ. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചു. അപ്പോൾ ആദ്യം പിറന്നാളുകാരന് ഭക്ഷണം കൊടുക്കണം, അതതിൻ്റെ കണക്ക്. അപ്പോൾ ഗണപതിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്. പണക്കാരും പറ്റില്ല, സ്നേഹിച്ചു കഴിഞ്ഞാലോ വളരെ പെട്ടെന്ന് നമ്മളെ അവിടെ ചേർത്ത് പിടിക്കും. അങ്ങനെയാണ് ഗണപതിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഗണപതിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ആൾക്കാർ. കാരണം ഒരിക്കൽ കുബേരൻ്റെ അടുത്ത് ഉണ്ടായ അനുഭവമുണ്ട്. കുബേരൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് കുബേരൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു കൊടുത്തത് ഗണപതി ഭഗവാനാണ്. ഒരവസരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിനെ സുദർശനം എടുത്ത് കയ്യിൽ പിടിച്ചതും ഗണപതി ഭഗവാനാണ്. തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചേ ഇടപെടാറുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ ഗണപതി ഭഗവാനെ ആദ്യം ഇരുത്തി മറ്റുള്ള കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണങ്ങളും ഫലങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഗണേശൻ അത് പെട്ടെന്ന് തിന്ന് തീർത്ത് ഒരുപാട് ഭക്ഷണം കഴിച്ചു. കുട്ടികൾക്ക് പിന്നെ പരിസരമൊന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർ കാണുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് കുറച്ച് വേണ്ടി വന്നാലും ഇവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കുറയും. എന്നാൽ ഗണേശൻ അങ്ങനെ ആയിരുന്നില്ല. ഗണേശൻ മോനല്ലേ, ചെറിയ ഉണ്ണിയല്ലേ. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൊത്തം നല്ലതുപോലെ വാരി വലിച്ച് അങ്ങ് തിന്നു. കുടലെല്ലാം ഇങ്ങനെ പെരുമ്പറ പോലെയായി. എഴുന്നേൽക്ക് നിൽക്കാൻ പോലും പറ്റില്ല. കാരണം എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ കൈ പിടിക്കണം, അങ്ങനത്തെ അവസ്ഥയായി. അങ്ങനെ ഉണ്ടല്ലോ ചെറിയ ആൾക്കാർ. ഒന്നാമത് ഗണപതിയുടെ വയറ് എന്ന് പറഞ്ഞാൽ പെരുമ്പറ, വലിയ വയറാണ്. അപ്പോൾ ഇത്രയും വലിയ വയറും അതിൽ നിറയെ ഭക്ഷണം കൂടി കഴിച്ച സമയത്ത് പിന്നെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായി. എന്നിരുന്നാലും കയ്യും കുത്തി സാവധാനത്തിൽ ഇങ്ങനെ പിടഞ്ഞ് എഴുന്നേൽക്കുന്ന അവസരത്തിൽ എഴുന്നേറ്റ് അല്പം ഉയർന്നു. അപ്പോഴാണ് കാലൊന്ന് സ്ലിപ്പായിട്ട് മറിഞ്ഞ് കെട്ടി താഴെ വീണു. അപ്പോൾ ഈ എഴുന്നേൽക്കുന്ന അവസരത്തിൽ എന്താണെന്നറിയോ, കയ്യിൽ നിറയെ ലഡുവും അതുപോലെ തന്നെ മോദകവും അതൊക്കെ വാരി എടുത്തിട്ട്, കാരണം ഇത് ഇവിടുന്ന് തിന്നു കഴിഞ്ഞു, ഇനി എനിക്ക് നടന്നുകൊണ്ട് തിന്നാലോ എന്നുള്ള ഭാവത്തിൽ അതും കൂടി വാരി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എഴുന്നേറ്റത്. അപ്പോൾ നിലത്ത് കയ്യും കുത്തണം, ഇത് വീഴാനും പാടില്ല ആ വിധത്തിൽ. അപ്പോഴാണ് കാല് തെന്നി അങ്ങ് വീണു. ഇതൊക്കെ അങ്ങ് ഉരുണ്ടു. പക്ഷേ ഈ വീണ സമയത്തും ചട്ടപട്ടാന്നിട്ട് ഈ ഭക്ഷണ സാധനമാണ് ചാടിയെടുക്കാൻ നോക്കിയത്. വേഗം എഴുന്നേൽക്കാനല്ല നോക്കിയത്. ആ ഭക്ഷണം ആരും കൊണ്ടുപോകാൻ പാടില്ലല്ലോ എന്നുള്ള വിധത്തിൽ എല്ലാം വാരിയെടുക്കുന്നു. ഇത് കണ്ടപ്പോൾ അവിടെ സ്ഥിരം താമസക്കാരനായിട്ടുള്ള ചന്ദ്രൻ, എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ മൗലിയിലല്ല ചന്ദ്രൻ താമസിക്കുന്നത്. അപ്പോൾ ചന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു പിറന്നാളിൽ പങ്കെടുക്കാൻ വന്ന്. ചന്ദ്രൻ ഇത് കണ്ടിട്ട് അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. എല്ലാവർക്കും ഷോക്കായി. കാരണം ഗണപതി ഭഗവാനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗണപതിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്നറിയാം. ആരും ഇത് കണ്ട ഭാവമില്ല, വളരെ ഇതോടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയത്. ഗണേശന് ഭയങ്കര ദേഷ്യം വന്നു. ഭഗവാന്റെ പിറന്നാൾ ദിവസം ഭഗവാനെ പരിഹസിച്ചില്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ ഇന്നേ ദിവസം ആരാണോ കാണുന്നത് അവർക്കെല്ലാം തന്നെ പരിഹാസത്തിനിടവരട്ടെ എന്നാണ് ശപിച്ചത്. കാരണം വെച്ചാൽ അത്തരത്തിൽ അവർക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഇതുണ്ടാവും, പരിഹാസത്തിനിടവരുന്ന വിധത്തിൽ.
ഇങ്ങനൊരു ശാപമുള്ളതായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 100% യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീടിന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ ചന്ദ്രനെ കാണുന്നതിന് ഗുണം. ചന്ദ്രനെ കാണാൻ ആകാശത്ത് ചന്ദ്രനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടില്ലേ, വെള്ളത്തിലും കാണാം. അപ്പോൾ ചന്ദ്രനെ കാണുക എന്നുള്ളത് ചന്ദ്രൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ പാടില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ കർക്കിടക വാവ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ വാവ്, കർക്കിടക വാവ് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ദക്ഷിണായന കാലം ആരംഭിച്ച് ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് വരുന്നതാണ് കർക്കിടക വാവിൻ്റെ ആരംഭം. അപ്പോൾ ആ വാവ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന കർക്കിടക വാവിൻ്റെ അതിൻ്റെ 4ാം പക്കമാണ് ഇത്. കർക്കിടക വാവ് വന്നിട്ട് അല്ലെങ്കിൽ ഈ കർക്കിടക വാവ് കഴിഞ്ഞതിൻ്റെ പിറ്റേത്തെ കറുത്ത വാവ് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ആണ് ഇത്, 4ാമത്തെ തിഥിയിൽ, അതാണ് ചതുർത്ഥി എന്ന് പറയുന്നത്. ആ തിഥിയാണ് ഭഗവാന്റെ ജന്മനാൾ. ആ അവസരത്തിൽ ചന്ദ്രനിൽ സ്വതവേ നമുക്കറിയാം, ഭൂമിയിൽ നിരവധി രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ഭൂമിയിലുള്ള വായുവായിട്ടും അഗ്നിയായിട്ടും പലതരത്തിലുള്ള സംഭവ വികാസങ്ങളായിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനം നടക്കും. ആ രാസപ്രവർത്തനത്തിൻ്റെ പരിണതഫലം നമ്മൾക്കും ലഭിക്കും, അവിടെ താമസിക്കുന്ന മനുഷ്യന്മാർക്കും ലഭിക്കും, ജീവികൾക്കും എല്ലാവർക്കും ലഭിക്കും. മാത്രമല്ല, ചില രാസപ്രവർത്തനത്തിൻ്റെ പരിണതഫലം ഭൂമിയിലുണ്ടാകുന്ന അതിൻ്റെ ഫലം കുറേ ദൂരത്തോളം വ്യാപിക്കും. ഇതുപോലെ ചന്ദ്രനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ നെഗറ്റീവ് എനർജി ഈ പറയുന്ന ദിവസമാണ് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഭൂമിയിലേക്ക് ചന്ദ്രനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ദിവസമാണ് ഈ പറയുന്ന ദക്ഷിണായനത്തിലെ 2ാമത്തെ കറുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള 4ാം തിഥി. ആ തിഥിയിൽ ഒരുപടി നെഗറ്റീവ് എനർജി അന്തരീക്ഷത്തിലുണ്ടാകും. എവിടെ നിന്നുണ്ടെന്ന്? ചന്ദ്രനിൽ നിന്ന്. പകലാണെങ്കിൽ സൂര്യനിൽ നിന്നാണ്, രാത്രി എന്താണ്? ചന്ദ്രനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. ഈ ദോഷങ്ങൾ കാരണം ചിലപ്പോൾ പല ആൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരെ ഉണ്ടാകും. ഇങ്ങനെ ദുരിതമില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കണം. അത് 1 വർഷക്കാലത്തോളം അതിൻ്റെ പരിണതഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. 1 വർഷക്കാലത്തോളം ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം 1 വർഷക്കാലത്തോളം ഉണ്ടാകും. അപ്പോൾ ആ 1 വർഷക്കാലത്തോളം ഈ ഒരു ദുരിതം കൊണ്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾക്ക് നാണക്കേടുണ്ടാകും പലതരത്തിലുള്ള. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അന്നേ ദിവസം സാക്ഷാൽ വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട്, ഭഗവാന്റെ പൂജകൾ ചെയ്തുകൊണ്ട് വീടിനകത്തോ ക്ഷേത്രത്തിനകത്തോ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പലരും പറയും, വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന് പറയും. എന്തേ കണ്ടാൽ പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്തുള്ള ചില ആൾക്കാർ വളരെ രസകരമായിട്ടുള്ള കുറേ കിംവദന്തി കഥകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഗണപതി ഭഗവാൻ ഇങ്ങനെ പോകുമ്പോൾ വേറെ തരത്തിൽ അങ്ങനെ സംഭവിച്ചു, അവിടെ നിന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറ്റി കുറേ കഥകൾ പറയുന്നുണ്ട്. യഥാർത്ഥ പുരാണത്തിലുള്ള കഥകളായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കഥകളാണ് അവിടെ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ചന്ദ്രന് ഗണപതിയിൽ നിന്നൊരു ശാപം ലഭിച്ചു. ആ ശാപത്തിൻ്റെ ഫലമായിട്ട് ഗണപതി ഭഗവാൻ ശപിച്ചിട്ടുണ്ട്. ഇനി ശപിച്ചാലും ഇല്ലെങ്കിലും വിനായക ചതുർത്ഥി ദിവസം നമ്മൾ വിശ്വാസിയാണോ അല്ലയോ എന്ന് നോക്കണ്ട. നമ്മൾ രാത്രി കാലങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നിശ്ചിത അകലത്തിൽ വെളിയിൽ പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കഴിച്ചു കൂട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും, സംരക്ഷണം കിട്ടും. ആ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ പ്രത്യേക പൂജയും അന്നത്തെ പ്രത്യേക കീർത്തനങ്ങളും അതുപോലെ ഗണേശ സഹസ്രനാമവും ഒക്കെ നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഗണേശ ജയന്തി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി വരുന്ന ദിവസം ഇത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് നമ്മളത് ആചരിക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.